ഹേ ഗായ്സ്, ഇന്ന് കോളേജിലേക്ക് പോകുന്ന വഴി നമുക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആള്. അവൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് നമ്മൾ നേരെ കോളേജിലെത്തിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടേതായ ജോലികളിൽ ബിസിയാണ്. നമ്മുടെ ചാനലിൽ ഫുൾ സപ്പോർട്ടായിട്ടുള്ള ആകാശിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റീജ മോളെ കാത്തിരിക്കുകയാണെന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊരു ബസ്സാണെന്ന് എടുത്തു പറയാത്തതിൻ്റെ പേരിൽ പിണങ്ങിയിരിക്കുകയാണ് സഖാവ്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിൽക്കുന്ന അതേ അച്ചടക്കത്തോടു കൂടിയാണ് ഞങ്ങൾ മിഠായി വാങ്ങാനും പോകാറ്. 10 രൂപയും കൊണ്ട് കടയിൽ പോയതാണ് ഞങ്ങൾ 4 പേരും. അപ്പു ഉണ്ടായതുകൊണ്ട് ഓസിന് മിഠായി കിട്ടി. ഒരു ചേട്ടൻ അവിടെ നിന്ന് കമ്മൽ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കമ്മൽ നോക്കാൻ പോയപ്പോൾ അങ്ങേര് നമ്മൾ ആട്ടി വിട്ടു. 5ൻ്റെ പൈസ എടുക്കാനില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ഒരു സീരിയസ് ആയ ഡിസ്കഷന് വേണ്ടി പോയതാണ് സാറിൻ്റെ അടുത്തേക്ക്. അത് പ്രത്യേകിച്ച് തീരുമാനമൊന്നും ആവാത്തതുകൊണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാണ് സോയാമീസിലെ ഒരു സോയാമീസ്. അപ്പോഴും നമ്മൾ നമ്മുടെ പുതിയ കൂട്ടുകാരൻ്റെ കാര്യം മറന്നില്ല കേട്ടോ. പാവം വിശന്നിരിക്കല്ലേ, നമുക്കൊരു ബിസ്ക്കറ്റ് എങ്ങനെ വാങ്ങി കൊടുത്തില്ലെങ്കിൽ കഷ്ടമല്ലേ. ബിസ്ക്കറ്റൊക്കെ കൊടുത്തപ്പോൾ അവൻ ഹാപ്പിയായി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്ത് രസമാണല്ലേ അപ്പൂൻ്റെ ചിരി കാണാൻ. ഇത് അവനോട് ഇരുന്ന് എന്തോ കാണിക്കുന്നുണ്ട്. ഇന്നും എൻ്റെ കൂടെ തന്നെ വന്നിരുന്നിട്ടുണ്ട്. പതിവ് പോലെ എല്ലാവരും ഈ ബസ്സിൽ തന്നെയുണ്ട്. എനിക്ക് ആറ്റിറ്റ്യൂഡൊന്നുമില്ല, നമ്മൾ ഫുൾ വൈബാന്ന് പറഞ്ഞ കുട്ടിക്ക് കണ്ടക്ടറിന്റെ വായിൽ നിന്ന് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. എല്ലാവരോടും ബൈ പറയാൻ നമ്മളും പോവാണ് ഗൈസ്. വെറുതെ നടന്നു പോലെ ഇരിക്കട്ടെ. ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ട്. നമ്മുടെ പഴയ ടീംസിന്റെ കൂടെയാണ്. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ ഒത്തുകൂടാറുള്ളൂ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം കുറേ പേരെയൊക്കെ ഇന്നാണ് കാണുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.